ഹായ്, ഞാൻ നവാസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ റെഡിയാക്കണം എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ സ്കിൽ എന്താണ്? കണ്ടിന്യൂസ് ലേണിംഗ്. അപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞ മൈൻഡ് സെറ്റ് റെഡി ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ലേണിംഗ് വേണം. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള അറിവ് നമുക്ക് വേണം. നമ്മൾ അതിൽ എക്സ്പെർട്ടായി രണ്ട് രീതിയിലുള്ള നോളജാണ്. ഒന്ന് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള നോളജ്, അതേപോലെ തന്നെ ഒന്ന് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുന്ന കസ്റ്റമറെ കുറിച്ചിട്ടുള്ള നോളജ്. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ഈ ഫീച്ചേഴ്സ് എങ്ങനെയാണ് കസ്റ്റമർ പ്രശ്നത്തിനെ പരിഹരിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള നോളജ് നമുക്കുണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കസ്റ്റമർ പല ക്വസ്റ്റ്യനും ചോദിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിനെക്കുറിച്ചിട്ട് നമ്മളതിലൊരു എക്സ്പെർട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് സെയിൽസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു നോളജ് നമുക്കുണ്ടാവണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? കസ്റ്റമറെ കുറിച്ചുള്ള നോളജ് വേണം. പല കസ്റ്റമറും പല സിറ്റുവേഷനിലുള്ള ആൾക്കാരായിരിക്കും. ആ കസ്റ്റമർക്ക് പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം നമ്മുടെ അടുത്തുള്ള ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് ഈ കസ്റ്റമറെ ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് ഈ പരിഹാരം നൽകുന്നത് എന്ന് കറക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഈ കസ്റ്റമർ പ്രശ്നത്തെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള നോളജ് നമുക്കുണ്ടെങ്കിലാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അടുത്ത സ്കില്ലിനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.